മാതാവ് എടുത്തു മാറ്റി പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹം കഴിഞ്ഞ മാതാവിനും തമ്പുരാനും കോടാനും കൂടി നന്ദി അർപ്പിക്കുന്നു. കുഞ്ഞുമോൻ വെട്ടിക്കോട്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മരിയസുതൻ അമ്മേ നന്ദി. എനിക്ക് 2 ദിവസമായി പനിയും ശരീരം വേദനയുമായിരുന്നു. പ്രാർത്ഥിച്ച വെള്ളം കുടിച്ചതിന്റെ ഫലമായി അത് പൂർണ്ണമായി മാറിക്കിട്ടി. അമ്മയുടെ അനുഗ്രഹത്താൽ പ്രാക്ടിക്കൽ പരീക്ഷ നന്നായി എഴുതാൻ സാധിച്ചു. പ്രാർത്ഥിച്ച എണ്ണ പുരട്ടിയതിന്റെ ഫലമായി ശരീരവേദനയും മുടി കൊഴിച്ചിലും മാറിക്കിട്ടി. അമ്മയുടെ വിമല ഹൃദയം വഴി എനിക്കും എന്റെ കുടുംബത്തിനും നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൊടാനുകൂടി നന്ദിയും സ്തുതി അർപ്പിച്ചുകൊള്ളുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പരീക്ഷ സമയത്ത് മാതാവിനോടും ഈശോയോടും പ്രാർത്ഥിച്ചതിന്റെ ഫലമായി 6 പേരും നല്ല മാർക്കോടുകൂടി പാസ്സായി. അവരെ എല്ലാവരെയും പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ഈ വർഷക്കാലം ചെയ്തു വന്ന എല്ലാ നന്മകൾക്കും നന്ദി പറയുന്നു. ഞങ്ങളുടെ വാഹനത്തെ സകലാപത്തുകളിൽ നിന്ന് കാത്തു പരിപാലിച്ചതിനായിരം നന്ദി. വലുതും ചെറുതുമായി ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിക്കുന്നു. യേശുവേ സണ്ണി കൊല്ലം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. മരിയസനിൽ വന്നതിന് ശേഷം എന്നിലുള്ള തെറ്റുകുറ്റങ്ങൾ ഈശോയും മാതാവും വഴി അറിയിച്ചു തന്നതിനും എനിക്ക് പാപബോധം നൽകി അനുഗ്രഹിച്ചതിനും ഓർത്ത് ഞാൻ പുത്രൻ തമ്പുരാനും മാതാവിനും നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊള്ളുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. മഴക്കാലത്ത് എന്റെ കാലിൽ വളം കടിക്കുന്ന അസുഖമുണ്ടായിരുന്നു. കാലിൽ ഭയങ്കര വേദനയായിരുന്നു. ഇവിടെ നിന്ന് കൊണ്ടുപോയ പ്രാർത്ഥിച്ച വെളിച്ചെണ്ണ കാലിൽ പുരട്ടിയതിന്റെ ഫലമായി രോഗാവസ്ഥയിൽ നിന്ന് വിടുതൽ ലഭിച്ചു. ഈ അനുഗ്രഹം ചെയ്തു തന്ന വെളിത്താമ്പയ്ക്കും തമ്പുരാനും നന്ദിയും സ്തുതി അർപ്പിക്കുന്നു. ഫ്രാൻസിസ് മുക്കാട്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എന്റെ അപേക്ഷ ഉപകാരസ്മരണയ്ക്കാക്കി മാറ്റിയതിനെ ഓർത്ത് അമ്മയുടെ വിമല ഹൃദയം വഴി നന്ദി പറയുന്നു. എനിക്ക് ജോലിക്ക് വേണ്ടി 2 ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അമ്മയുടെ സഹായത്താൽ അത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചതിനും അതിന് പാസ്സായി തന്നതിനും അമ്മയ്ക്ക് നന്ദി പറയുന്നു. എനിക്കും എന്റെ ജീവിത പങ്കാളിക്കും പനി വന്നപ്പോൾ മരിയസനിൽ അമ്മയുടെ മെഴുകുതിരി കത്തിച്ച് പ്രാർത്ഥിച്ചു. എണ്ണ പുരട്ടുകയും അങ്ങനെ പ്രാർത്ഥിച്ചതിന്റെ ഫലമായി പനി മാറിക്കിട്ടി. വലുതും ചെറുതുമായി ഇങ്ങനെ നിരവധി അനുഗ്രഹങ്ങൾ എന്റെ ജീവിതത്തിൽ ചൊരിയുന്ന മരിയസുതൻ അമ്മയ്ക്കും പുത്രൻ തമ്പുരാനും കോടാനുകൂടി നന്ദിയും സ്തുതി അർപ്പിച്ചുകൊള്ളുന്നു. ഈശോയ്ക്ക് മഹത്വവും ആരാധനയും അർപ്പിച്ചുകൊള്ളുന്നു. യേശുവേ നന്ദി, യേശുവേ മഹത്വം. ശ്യാമള സത്യോ. കഴിഞ്ഞ ആഴ്ചയിലെ ജീവിത പങ്കാളിക്ക് മൂലക്കുരുവിന്റെ അസുഖം കാരണം ഇരുന്ന് ജോലി ചെയ്യുവാൻ സാധിക്കയില്ലായിരുന്നു. ഭയങ്കര വേദനയുമായിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ദൈവം വെളിപ്പെടുത്തി മൂലക്കുരുവിന്റെ അസുഖം ഒരാൾക്ക് മാറി കിട്ടുന്നു എന്ന്. അതെന്റെ ജീവിത പങ്കാളിക്കായിരുന്നു. ജോലി ചെയ്തു കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ മൂലക്കുരുവിന്റെ അസുഖം മാറി കിട്ടിയെന്ന് പറഞ്ഞു. കൂടാതെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുവാൻ എല്ലാ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്റെ ജീവിത പങ്കാളിയും ഇന്നലെ ഞങ്ങളുടെ കൂടെ ഒപ്പം വന്നിരുന്നു പ്രാർത്ഥിച്ചു. എനിക്ക് മൂത്രം തുടിച്ചിന്റെ അസുഖം ഉണ്ടായിരുന്നു. മാതാവിന്റെ പ്രാർത്ഥിച്ച വെള്ളം കുടിച്ചപ്പോൾ മൂത്രം തുടിച്ചിന്റെ അസുഖം മാറിക്കിട്ടി. എനിക്ക് പനിയായിരുന്നു. ഞാൻ മാതാവിന്റെ പ്രാർത്ഥിച്ച വെള്ളം കുടിച്ചപ്പോൾ പനിയും മാറിക്കിട്ടി. ഇതുപോലെ ചെയ്തു വരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തമ്പുരാനും കോടാനുകൂടി നന്ദിയുടെ കൂട്ടങ്ങൾ അർപ്പിക്കുന്നു. യേശുവേ നന്ദി. തോമസ് തെക്കുംഭാഗം. മരിയസനിൽ നിന്നും പ്രാർത്ഥിച്ചു കൊണ്ടുപോയ ഉപ്പ് സങ്കീർത്തനം ചൊല്ലി ഇട്ട് പ്രാർത്ഥിച്ചപ്പോൾ ഒത്തിരി സമാധാനവും ബന്ധനത്തിൽ നിന്ന് മോചനവും തന്നതിനും ഉപ്പുകൊണ്ട് ഒത്തിരി പ്രശ്നത്തിൽ നിന്ന് വിടുതൽ തന്നതിനും ഉപകാരസ്മരണ എഴുതിയിടാമെന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി അത്
ഫലമായി അത് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ആ നിമിഷം തന്നെ അത് വലിയ അനുഗ്രഹത്തിന് കാരണമാകുകയും ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തിന് ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും പരിശുദ്ധ അമ്മയും ഈശോയ്ക്കും നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊള്ളുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. പിന്നെ മരിയസാന്റെ അമ്മ വഴി ഉത്തരത്തമ്പുരാനി കൂടി എനിക്കും എന്റെ കുടുംബത്തിനും ചെയ്തു തരുന്ന എല്ലാ ഉപകാരങ്ങൾക്കും നന്ദി അർപ്പിക്കുവാൻ താമസിച്ചതിനും അമ്മയോട് ഈശോയ്ക്കും ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളുടെ കിണർ വൃത്തിയാക്കാൻ ആളുകൾ വന്നു. കിണറ്റിൽ നിന്നും വെള്ളം കോരാത്തതിനാൽ കിണറ്റിലിറങ്ങാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എങ്കിലും അമ്മയോടും ഈശോയോടും പ്രാർത്ഥിച്ച് കുറെ കഴിഞ്ഞ് കിണർ വൃത്തിയാക്കുവാൻ സാധിച്ചു. ഇവിടുന്ന് പ്രാർത്ഥിച്ച് ഉപ്പും വെള്ളവും ഒഴിച്ച് പുറപ്പാട് 17-ാം അധ്യായം പ്രാർത്ഥിക്കുകയും പിറ്റേന്ന് തന്നെ രണ്ട് തൊടി വെള്ളം കാണുകയും ചെയ്തു. ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയുന്നു. എനിക്ക് രാത്രി കിടന്നാൽ ഉറക്കമില്ലാത്തവർക്ക് ഉറങ്ങാനുള്ള കൃപ കൊടുക്കുന്നു എന്നുള്ള പ്രവചനം എനിക്ക് ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങൾ അടുപ്പിൽ വെച്ചാൽ അത് എങ്ങനെയെങ്കിലും കരിഞ്ഞു പോകുന്ന അവസ്ഥയ്ക്ക് മാറ്റം ലഭിച്ചതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഇഴജന്തുക്കളോടുള്ള ഭയം മാറ്റി തന്നതിനെ ഓർത്ത് ഈശോയ്ക്ക് അമ്മയ്ക്ക് നന്ദി പറയുന്നു. എന്റെ മൂത്ത മകൾ ക്രിസ്റ്റിയയ്ക്ക് ഒരു സ്കോളർഷിപ്പ് കോളേജിൽ നിന്ന് വാങ്ങിക്കുകയും അതുവഴി കണ്ണൂർ എന്ന സ്ഥലത്ത് എന്റെ ജീവിത പങ്കാളിയുടെ സുഹൃത്തിന്റെ വീട്ടിൽ പോവുകയും വേണം. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. എങ്കിലും എന്റെ മകളുമൊത്തുള്ള യാത്രയിൽ യാതൊരു ആപത്തും വരാതെ എത്തേണ്ട സ്ഥാനങ്ങളിൽ മാതാവും ഈശോയും കൂട്ടായി വരണമേ എന്ന് പ്രാർത്ഥിച്ചു. കായംകുളത്ത് നിന്നും ഞങ്ങൾക്ക് കണ്ണൂർ വരെ ഒരു കുടുംബത്തെ കൂട്ടായി ഒരുക്കി തന്നു. കണ്ണൂർ എത്തുകയും അവിടെ ജീവിത പങ്കാളിയും ഒരുമിച്ച് സുഹൃത്തിന്റെ വീട്ടിൽ 3 ദിവസം കഴിയാനും തിരിച്ച് ഞങ്ങൾക്ക് വീട്ടിലോട്ടുള്ള യാത്രയിലും ഞങ്ങളെ കാത്തു പരിപാലിച്ചതിനെ ഓർത്ത് ഈശോയ്ക്കും അമ്മയ്ക്കും 1000 നന്ദിയുടെ പൂജകൾ അർപ്പിക്കുന്നു. എന്റെ അപേക്ഷ ഉപകാരസ്മരണയ്ക്കാക്കി മാറ്റിയതിനെ ഓർത്ത് അമ്മയ്ക്ക് നന്ദി പറയുന്നു. എനിക്ക് പനിയും ചുമയുമായിരുന്നു. വളരെ പ്രയാസപ്പെട്ടു. എന്റെ മാറി ഒരു കുരുപ്പ് വന്ന് പഴുത്തു. അത് ഭയങ്കര വേദനയായിരുന്നു. മരിയസദൻ അമ്മയോട് പ്രാർത്ഥിച്ചതിന്റെയും ഒരാഴ്ച ഉച്ചാരണ പ്രാർത്ഥനയ്ക്ക് ഇരുന്നതിന്റെയും ഫലമായി എനിക്ക് വേദനയും പനിയും കുറഞ്ഞു കിട്ടി. പനി പൂർണ്ണമായി മാറി. എനിക്കും എന്റെ കുടുംബത്തിനുമുള്ള എല്ലാവർക്കും ചെയ്തു തരുന്ന വലിയ വലിയ നന്മകളെ ഓർത്ത് നന്ദിയും സ്തുതിയും മഹത്വവും അർപ്പിച്ചു കൊടുക്കും. യേശുവേ നന്ദി. ബിന്ദു മേരി കരുവാറ്റ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത മരിയസദനിലെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ ഉപകാരസ്മരണം സമർപ്പിച്ച് നന്ദി പറയുന്നു. എന്റെ അച്ഛന്റെ ഹിരണ്യായുടെ ഓപ്പറേഷൻ ഹാർട്ടിന്റെ അസുഖം ഉള്ളത് കൊണ്ട് 43 വർഷത്തിന് മുമ്പ് മഞ്ഞപ്പിത്തം വന്നതിന്റെ ഒരു അംശം അണുക്കൾ ശരീരത്തിൽ ഉള്ളതിനാൽ ഓപ്പറേഷൻ നീട്ടി വെക്കുകയായിരുന്നു. എന്നാൽ ഇന്നലെ ഓപ്പറേഷൻ ചെയ്യാൻ തിയേറ്ററിൽ കയറ്റുകയും ആ സമയത്ത് കുഞ്ഞുവൻ ബ്രദറിനെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഒരു കുഴപ്പവുമില്ലാതെ ഓപ്പറേഷൻ നടന്നു. മരിയസദനിലെ അമ്മയ്ക്കും ഈ കൂട്ടായ്മയിലെ ഓരോ ദൈവമക്കൾക്കും ഈശോയ്ക്കും കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു. കൂടാതെ എന്റെ കൈക്ക് ഒരു ചെരുവം തിളപ്പിച്ച വെള്ളം വീണു. പുള്ളി പുടരും എന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ മരിയസദനിലെ പ്രാർത്ഥിച്ച വെള്ളവും എണ്ണയും പുരട്ടിയപ്പോൾ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. ഞങ്ങൾക്കും കുടുംബത്തിനും തരുന്ന അനുഗ്രഹങ്ങൾക്ക് കൂടാനുകൂടി നന്ദി സ്തുതി അർപ്പിച്ചുകൊള്ളുന്നു. യേശുവേ നന്ദി. ലക്ഷ്മിക്കുട്ടി ബിജു ഭവനം. ബിജു മോന്റെ കള്ളുകുടി മാറ്റി തന്നതിന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥയിൽ
ഈശോയ്ക്കും പിതാവിനും ആയിരം ആയിരം നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിച്ചുകൊള്ളുന്നു. യേശുവേ നന്ദി. മിനി ഭക്തിയോർ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നന്ദി സ്തുതി അർപ്പിച്ചുകൊള്ളുന്നു. എന്റെ പരിശുദ്ധ അമ്മേ മാതാവേ, 3-4 ദിവസത്തിന് മുമ്പ് എന്റെ വയറ്റിൽ നിന്നും എന്റെ മാലയിൽ നിന്നും മിന്ന് ഊരിപ്പോയിരുന്നു. ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചിട്ടും കിട്ടിയില്ല. ദിവസവും രാവിലെ മരിയസനിലെ മാതാവിനെ വിളിച്ച് ഉപകാരസ്മരണ എഴുതിയിടാം തന്ന് എന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. അങ്ങനെ എഴുതിയിട്ടേക്കാമെന്ന് സമർപ്പിക്കുകയും ചെയ്തു. 3-ാമത്തെ ദിവസം രാവിലെ അലമാരയുടെ സൈഡിൽ നിന്നും എനിക്ക് ആ മിന്ന് മാതാവ് കാണിച്ചു തന്നു. മിന്ന് കാണിച്ചു തന്നതിന് മാതാവിനും പുത്രനപരാനും കൂടാനും കൂടി നന്ദിയും സ്തുതിയും അർപ്പിച്ചുകൊള്ളുന്നു. യേശുവേ നന്ദി. കാര്യങ്ങൾ നീട്ടി പിടിക്കല്ലേ? യേശുവേ